അങ്ങനെ അവസാനം വേദാന്ത് അവന്റെ തീരുമാനം മാറ്റി. അതിന് കാരണക്കാരി നീ ആയതുകൊണ്ട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞങ്ങളുടെ ഈ കുടുംബത്തിലേക്ക് സ്വാഗതം. താങ്ക് യു ആന്റി, താങ്ക് യു സോ മച്ച്. വേദാന്തേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട്. അങ്ങോട്ടൊന്ന് വാ. വരൂ സാഹിത്യ. ഇതൊരു വലിയ മിറക്കിള് തന്നെ. ഞങ്ങളുടെയൊക്കെ സന്തോഷം എത്രമാത്രമാണെന്ന് പറയാൻ വാക്കുകളില്ല. ഇരിക്കെ. കുടിക്കാൻ എന്താ? കോഫി, ജ്യൂസ്? ഒന്നും വേണ്ട ആന്റി, ഞാൻ കഴിച്ചിട്ടാണ് വന്നത്. താങ്ക് യു. ഇപ്പൊ തന്നെ പോണോന്നോ? ആദ്യമായിട്ട് വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോയാൽ മതി. അതൊന്നും സാരമില്ല ആന്റി, ഇനി എപ്പോ വേണമല്ലോ എനിക്ക് ഇങ്ങോട്ട് വരാലോ. ആക്ച്വലി എനിക്കൊരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ട്, എനിക്കത് അറ്റൻഡ് ചെയ്തേ പറ്റൂ. മിസ് ചെയ്യാനായിട്ട് പറ്റില്ല. എന്റെ വേദാന്ത് അവനെ പോലെ തന്നെ വർഗോളിക്കായിട്ടുള്ളൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല ആന്റി. ശരി, ഫ്രീ ആയിട്ടിരിക്കുമ്പോ ഇങ്ങോട്ട് ഇറങ്ങ്. കുടുംബത്തിന്റെ കാര്യമൊക്കെ അപ്പൊ സംസാരിക്കാം. ഷുവർ. പോയിട്ട് വരാം അമ്മേ. വേദാന്ത്, നീ അവളെ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നില്ലേ? അത് കുഴപ്പമില്ലമ്മേ, അവള് തനിയെ പൊക്കോളൂ. പോകുന്ന വഴിക്ക് അവക്കെന്തോ കമ്മിറ്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഐ എം വെരി പ്രൗഡ് ഓഫ് യു. നീയായിട്ടാണോ അവളെ ശരിക്കും ഇഷ്ടപ്പെട്ടത്, അതോ ഞങ്ങളുടെ നിർബന്ധത്തിന് വേണ്ടി ഇഷ്ടപ്പെട്ടതാണോ? പക്ഷെ ഒരു കാര്യം ഉറപ്പാ, നിന്റെ തീരുമാനം തെറ്റിയില്ല. ഞാൻ എടുക്കുന്ന ഡിസിഷൻ ഒരിക്കലും തെറ്റാറില്ല അമ്മേ. നീ ഈ സുഹാസിനിയുടെ മകന്. അമ്മേ, ഷീ സാഹിത്യ. ഞാൻ ഈ കുട്ടിയെ കല്യാണം കഴിക്കാൻ പോകുന്നത്. ഇവരാരാന്ന് നിനക്കറിയോ? ഇവരെന്റെ അച്ഛനും അമ്മയുമാ. ഞങ്ങൾ
നിങ്ങൾ തമ്മിലുള്ള ബന്ധം അത് വാക്കുകൾക്ക് അതീതമാണ്. കോഫി. അമൂല്യ, ഐ ലവ് യു. വിക്രാന്ത്, എന്താടാ? എന്തു പറ്റി? എന്തിനാ മുഖം വീർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്ന് പറയടാ, എന്താ കാര്യം? നീ എന്താ എന്നോടൊന്നും മിണ്ടാത്തെ? സിദ്ധാർത്ഥ്, താനൊന്ന് ചോദിച്ചു നോക്ക്, ഇവൻ എന്താ പറ്റിയേ? അലീനോട് എന്തിനാ ചോദിക്കുന്നേ? ഞാൻ തന്നെ പറയാം. ഏതൊരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഇവളെ ഞാൻ കല്യാണം കഴിക്കുന്നു പറയുന്നു. എന്തൊക്കെയത്? നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവളെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി എന്താ? നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ ആരും ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ലേട്ടാ. കമോൺ വിക്രാന്ത്, നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. ഇത്ര കാലം നീ തന്നെയല്ലേ എന്നോട് കല്യാണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? എന്നിട്ട് ഞാനിപ്പോ തീരുമാനം എടുത്തപ്പോ നിനക്ക് എന്താ പറ്റിയേ? ഇങ്ങനെ നെഗറ്റീവ് അടിക്കാൻ ഞാൻ എന്ത് തെറ്റാടാ ചെയ്തേ? ചേട്ടനിപ്പോ ചെയ്ത് തെറ്റാ ചേട്ടാ, വലിയ തെറ്റാ. വിക്രാന്ത്, എടാ വിക്രാന്ത്, ഞാൻ എന്ത് തെറ്റാ ചെയ്തേ സിദ്ധാർത്ഥ്? അമൂല്യയാണ് നീ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വേറൊരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് കാണിച്ച് ഇവളെയാണ് ഞാൻ കെട്ടുന്നതെന്ന് പറയുന്ന തെറ്റല്ലേ? അമ്മു, എന്താ പറ്റിയ മോളെ? നീ എന്തിനെങ്ങനെ കരയുന്നേ? പറയും മോളെ, എന്തിനാ കരയുന്നെന്ന് പറയ്. ഞാൻ കണ്ട സ്വപ്നം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അച്ഛാ. ചേച്ചി, അയ്യോ അമ്മു, പ്രമി കണ്ട അവക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റില്ല. അമ്മു, നിനക്ക് എന്താ പറ്റിയേ? അച്ഛാ, അമ്മുന് എന്താ പറ്റിയത്? നനഞ്ഞിരിക്കുന്നല്ലോ, എന്താ പറ്റിയത്? ബഹളം ഉണ്ടാക്കല്ലേ, മിണ്ടാതിരിക്കെ. എന്താ പറ്റിയ മോളെ? നിനക്ക് സുഖമില്ലേ? അച്ഛൻ ഡോക്ടറെ വിളിക്കണോ? അമ്മ, എന്താ പറ്റിയെന്ന് പറയ്. നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്ന കണ്ടിട്ട് എനിക്ക് പേടിയാവുന്ന എന്തെങ്കിലും ഒന്ന് പറയ്. അച്ഛാ, അമ്മുന് എന്തോ വലിയ കാര്യം സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് വല്ലാണ്ട് പേടിയാവുന്നു. കണ്ടില്ല, അവളൊന്നും മിണ്ടുന്നു പോലുമില്ല. ആരതി, അവളെ കൊണ്ട് ഡ്രസ് ചെയ്യാൻ ചെയ്യിക്ക്. മഴ മുഴുവൻ നനഞ്ഞാ വന്നിരിക്കുന്നത്. ഞാൻ മുടി ഉണക്കി തരാം. അതിഥി, നീ പോയി കിടന്നുറങ്ങിക്ക്. അവക്ക് ഒരു പ്രശ്നമില്ല. നീ അവളെ കുറിച്ച് ആലോചിക്കണ്ട. അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഞാൻ പോവില്ല, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. അതിഥി, നിന്നോട് പോകാനല്ലേ പറഞ്ഞേ? നീ പോളെ. അമ്മു, വാ.
ഒരു ആൺകുട്ടിയെന്ന് പറഞ്ഞ അവളുടെ നടപ്പ്. എന്നാ മനസ്സ് വളരെ ചെറുതുമാണ്. ഇപ്പൊ എന്തു പറ്റിയാവോ? അവളുടെ കണ്ണും കലങ്ങിയിരിക്കുകയാണ്. മുത്തശ്ശി, അത് അങ്ങനെയൊന്നുമല്ല. നീ ഒന്നും ന്യായീകരിക്കണ്ട. വിക്കി പറഞ്ഞ കാര്യമാണ് ശരിയായിട്ട് തോന്നുന്നത്. നീ തെറ്റ് ചെയ്തു വേദാന്ത്. ഇല്ല മുത്തശ്ശി, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ട് ഇപ്പൊ എന്താ സംസാരിക്കാനുള്ളത്? മുത്തശ്ശി, ഞാൻ പറയുന്നൊന്ന് ആദ്യം കേക്ക്. ഞാൻ എല്ലാ കാര്യങ്ങളും പറയാം. ഞാനും അമൂല്യയും തമ്മിൽ സ്നേഹത്തിലാന്ന് പറഞ്ഞത് തെറ്റാണ് മുത്തശ്ശി. ഞങ്ങൾ രണ്ടാളും കൂടി ചെയ്ത നാടകമായിരുന്നു അത്. ഇത് നാടകം കളിക്കേണ്ട കാര്യമാണോ വേദാന്ത്? മുത്തശ്ശി, ഇത് ഞാൻ നിങ്ങളെ പറ്റിക്കാനോ നിങ്ങളെ സങ്കടപ്പെടുത്താനോ വേണ്ടി ചെയ്തതല്ല. എന്നാ നീ ഇപ്പൊ ചെയ്തത് അത് തന്നെയാ. നീ ഞങ്ങളെ എല്ലാവരെയും കളിപ്പിച്ചു. പ്ലീസ് മുത്തശ്ശി, ഞാൻ പറയുന്നൊന്ന് കേക്കൂ. അന്ന് കുറെ ഫോട്ടോസ് കാണിച്ച് എന്നോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞിരുന്നില്ലേ മുത്തശ്ശി? അതിലൊരു പെൺകുട്ടി എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ആ സമയത്ത് തോന്നിയ ഒരു ഐഡിയ ആയിരുന്നു ഇത്. ഈ കാര്യം ആദ്യം മാനേജ് ചെയ്യുമെന്ന് വിചാരിച്ചപ്പോ അവൾ അമൂല്യയുടെ പേര് പറഞ്ഞ് പിന്നെ എന്നെ കുടുക്കി. നിനക്ക് ഞങ്ങളോട് സത്യം പറയാമായിരുന്നില്ലേ? മുത്തശ്ശി, അന്ന് സത്യം പറയാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയില്ല. എന്നെ കേൾക്കാൻ ആരും നിന്നില്ല. എന്റെ കല്യാണക്കാര്യം കേട്ടപ്പോ മുത്തശ്ശിയുടെ സന്തോഷം ഞാൻ എന്റെ കൺമുന്നിൽ കണ്ടതാ. മുത്തശ്ശിയുടെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ ഒരു നാടകം കളിച്ചത്. ഞാൻ അവൾക്ക് മുൻപ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അമൂല്യയും എന്നെ സപ്പോർട്ട് ചെയ്തു. അവളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. ഞങ്ങൾക്കിടയിൽ ഒരു പ്രണയവും ഇല്ല മുത്തശ്ശി. ഞാൻ ഈ പറഞ്ഞതൊക്കെ സത്യമാണ്. മുത്തശ്ശിക്ക് വേണമെങ്കിൽ അമൂല്യയോട് ചോദിക്കാം. ഞാനും അവളും സ്ഥിരം വഴക്കിടുന്ന രണ്ടാൾക്കാരാ. അതിവർക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന. മുത്തശ്ശി ചോദിച്ചു നോക്ക്. അല്ലേ സിദ്ധാർത്ഥ്? നീ പറയട വിക്കി. അമൂല്യക്ക് എന്നോട് ഒരു ഫീലിങ്സും ഇല്ല. നീ അങ്ങനെയാണ് വിചാരിച്ചു വെച്ചെങ്കിൽ അതൊന്നും സത്യമല്ല. അവൾക്ക് നിന്നോട് ഫീലിങ്സ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ നീ സാഹിത്യയാണ് കല്യാണം കഴിക്കാൻ പോണെന്ന് പറഞ്ഞപ്പോ അവളൊന്നും മിണ്ടാതെ ആരോടും പറയാതെ ഈ വീട്ടിൽ നിന്ന് പോകില്ലായിരുന്നു ചേട്ടാ. അവക്ക് എന്തെങ്കിലും അർജൻസി ഉണ്ടായി കാണും. അതുകൊണ്ടായിരിക്കും പോയത്. ഫീലിങ്സ് ഇല്ലാത്തത് അമൂല്യക്കല്ല, നിനക്കാ. അമ്മു, ഇതേ കാപ്പി പിടിച്ചേ. വേണ്ടെന്ന് പറഞ്ഞാ പറ്റില്ല. മഴയും കൊണ്ട് വന്നിരിക്കുന്ന കോൾഡ് പിടിക്കും. എന്നാ പിടിച്ചേ. അവക്ക് വേണ്ടേ കൊടുക്കണ്ട മോളെ, കൊണ്ടുവയ്ക്കൂ. ഇപ്പൊ ചൂടുണ്ട്. ആരതി, നീ ഉറങ്ങുന്നില്ലേ? സാരമില്ല അച്ഛാ. അങ്ങനെയല്ല, നമ്മളിരുന്ന് സംസാരിച്ച അമ്മ എഴുന്നേറ്റ് വരും. അമ്മ അമൂല്യ ഈ അവസ്ഥയിൽ കണ്ട എന്തായിരിക്കുന്നു ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. നീ പൊയ്ക്കോ. ഇപ്പൊ സമാധാനം തോന്നുന്നുണ്ടോ മോളെ? അമ്മു, എല്ലാ അച്ഛനമ്മമാർക്കും അവരുടെ മക്കള് ഒരു പ്രശ്നമില്ലാതെ നന്നായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. എന്നാ മക്കൾക്ക് ചെറിയൊരു മുറിവ് പറ്റിയാൽ പോലും ശ്രദ്ധിക്കാൻ പറ്റിയില്ലെന്നോർത്ത് സങ്കടപ്പെടും. ഇനിയത് പെൺകുട്ടികളാണെങ്കിൽ ഭയം കൂടുകയുള്ളൂ. നീ വരുന്നത് കണ്ടപ്പോ എനിക്ക് അങ്ങനെയാ തോന്നിയത്. വല്ലാതെ വേദനിച്ചു. എന്നാൽ നിന്റെ ഓരോ ചൂടുവയ്പിലും ധൈര്യം തന്നിരുന്ന ഞാൻ വിഷമിച്ച അത് നിന്നെ തളർത്തി കളയല്ലോ എന്നോർത്ത് ഞാൻ പിടിച്ചു നിന്നു. ഇപ്പോഴും എന്റെ മനസ്സിൽ വേണ്ടാത്തൊരു ചിന്തയുണ്ട്. പക്ഷെ അതിനൊരു വിശ്വാസമുണ്ട്. നിന്റെ എല്ലാ കാര്യത്തിലും എനിക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും കഷ്ടസമയത്ത് ഉറപ്പായിട്ട് ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. നിന്റെ വിശ്വാസത്തിനും സ്നേഹത്തിനും നിന്റെ സ്വപ്നങ്ങൾക്കും വലിയ മുറിവാനുണ്ടായതെന്ന് എനിക്ക് മനസ്സിലായി. ഇതൊരു ചെറിയ കാര്യമല്ലെന്ന് എനിക്കറിയാം. നിന്റെ ഇഷ്ടങ്ങളൊന്നും നടന്നിട്ടില്ലെന്നും എനിക്ക് മനസ്സിലായി. എന്താ സംഭവിച്ചതെന്ന് ഞാൻ വെറുതെ ചോദിച്ചുകൊണ്ടിരിക്കുന്നില്ല. എന്നാൽ ഞാനിപ്പോ ഒരു കാര്യം പറയാം. നിനക്ക് എപ്പോഴാണ് ഇത് എന്നോട് സംസാരിക്കാൻ പറ്റുന്നത്, അപ്പോൾ നീ എൻ്റെ അടുത്തേക്ക് വന്നു. ഒരു അച്ഛൻ മാത്രമായിട്ടല്ല, നിന്നെ സ്നേഹിക്കുന്ന ഒരാളാണെന്ന് കരുതിക്കും.
നീ ചെയ്തത് തെറ്റാണ് വേദാന്ത്. അവൾക്ക് നിന്റെ മേലെ ഫീലിങ്സ് ഇല്ലായിരുന്നെങ്കിൽ നീ സാഹിത്യയെ കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യം കേട്ടപ്പോ അവളൊന്നും പറയാതെ ആരോടും മിണ്ടാതെ വീട് വിട്ട് ഇറങ്ങി പോവില്ലായിരുന്നു കേട്ടാ. ഫീലിങ്സ് ഇല്ലാത്തത് അമൂല്യക്കല്ല, നിനക്കാ. കല്ലാണ്, നിന്റെ മനസ്സ് കല്ല. എല്ലാവരും എന്നെ എന്തിനാ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? ഞാനും അമൂല്യയും തമ്മിലുള്ള ബന്ധം, എനിക്കിവിടെ നല്ലൊരു ഫ്രണ്ടാണ്. അവൾ ഒരിക്കലും എന്നെ ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. എനിക്കും അങ്ങനെ ഒരു ഫീലിങ്സ് തോന്നിയിട്ടില്ല. എന്റെ മനസ്സിൽ കുറച്ച് പൊസസീവ്നെസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് എന്റെ എല്ലാ ഫ്രണ്ട്സിനോടും ഉള്ള കാര്യമാ. ഓഫ് കോഴ്സ് അമൂല്യ എന്റെ നല്ലൊരു ഫ്രണ്ട് തന്നെയാ. അവരെന്താ അങ്ങനെ പറഞ്ഞേ? അവര് പറഞ്ഞ കാര്യമൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി അവർക്കെങ്ങാനും തെറ്റിയതാണോ? ഇനി ഒരു പക്ഷേ അമൂല്യക്ക് അങ്ങനെങ്ങാനും. എങ്ങനെ ആലോചിച്ചിട്ട് ഒരു ഉത്തരവും കിട്ടുന്നില്ല. ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. ഞാൻ ജീവിതത്തിൽ എടുത്ത ഒരു തീരുമാനവും ഇതുവരെ തെറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പോ എല്ലാം ശരിയായിട്ട് പോലും എനിക്ക് എവിടെയോ എന്തോ പിഴവ് പറ്റിയ പോലെ തോന്നുന്നു. എനിക്ക് എന്താ പറ്റി? കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ നരസർദുല. എന്താ അമ്മു ഇതുവരെ എണീക്കാഞ്ഞത്? നിങ്ങൾ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടേ. അവക്ക് ഓഫീസിൽ പോകാനുള്ളതല്ലേ. വേഗം വേഗം. അമ്മ എണീറ്റേ. നിനക്ക് വിഷമം ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഓഫീസിൽ ലേറ്റ് ആവേ. അമ്മ ഇനിയും തിരിച്ചിങ്ങോട്ട് വന്നാൽ അത് പ്രശ്നമാവേ. നീ എണീക്കാൻ നോക്കിയേ. ലേറ്റ് ആയാലാവട്ടെ, എനിക്കെന്താ? ഇതെന്താ ഇങ്ങനെ പറയുന്നേ? അപ്പൊ നീ ഓഫീസിൽ പോകുന്നില്ലേ? ഓഫീസിലും പോകുന്നില്ല, ഞാൻ എവിടെയും പോകുന്നില്ല. ചേച്ചി എണീക്ക് ചേച്ചി. നിനക്ക് എന്തോ സങ്കടമുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ടല്ലേ ഇന്നലെ നിന്റെ ഇഷ്ടത്തിന് ഞങ്ങൾ വിട്ടത്. ഒന്ന് പോടി പ്ലീസ് ചേച്ചി, ഒന്ന് എണീക്ക്. മരക്കഴുതകളെ, വെറുതെ എന്നെ ശല്യം ചെയ്യാൻ നിക്കല്ലേ. എഴുന്നേറ്റ് പോകാൻ നോക്ക്. അമ്മ ചേച്ചി ഇത് കണ്ടോ? ഇങ്ങോട്ടൊന്ന് നോക്കേ. അതിഥി ചേച്ചി ചെയ്യുന്ന എന്താന്ന് നോക്കേ. എണീക്ക്. നോക്കേ ചേച്ചി. നിനക്കെന്താ പറ്റിയേ? നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? നിന്നെ ബാത്റൂം വരെ ഡ്രോപ്പ് ചെയ്യാം. വാ കേറിക്കോ. ആനപ്പുറത്ത് ജംബോ സവാരി. ഞാൻ ആന, നീ സഞ്ചാരി. വാ വാ. നിനക്കിന്ന് ഓഫീസിൽ പോവാൻ ഇഷ്ടമല്ലെങ്കിൽ പോണ്ടാന്ന് വെക്ക്. പോയി ഒന്ന് നല്ലപോലെ കുളിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറി വന്നിരിക്കെ. നിന്നെ ശല്യം ചെയ്യാൻ ആരും വരില്ല. എനിക്ക് ഇങ്ങനെയുള്ള അനീതിമാരെ വേണ്ടായിരുന്നു. സമാധാനത്തോടൊന്നും ഇരിക്കാനും സമ്മതിക്കില്ല. ശരി, സമ്മതിച്ചു. അടുത്ത ജന്മത്തിൽ നീ ഒറ്റ മകളായിട്ട് ജനിച്ചാ മതി. ഇപ്പൊ നീ പോയിട്ട് ആനസവാരി ചെയ്തേ. വാ വാ ചേച്ചി, ഇരിക്ക്. വാ കേറ് കേറ് കേറ്. പോയടി നടുവ്. തീർച്ചയായിട്ടും എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ വിക്കിക്ക് ഫോൺ ചെയ്തിട്ട് കാര്യം എന്താന്ന് അന്വേഷിച്ചാലോ? വിക്രാന്ത് ഓഫീസിലേക്ക് വരുന്നില്ലേ? വിക്രാന്ത്, ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ? എന്താടാ ഒന്നും മിണ്ടാത്തെ? വേദാന്തെന്ന പേരിന് നമ്മുടെ വീട്ടിൽ, ഓഫീസില്, പബ്ലിക്കില്, സൊസൈറ്റിയില് എത്ര വില തരുന്നുണ്ടെന്ന് നിനക്കറിയോ? നോക്ക് വിക്രാന്ത്, ഞാൻ ബിസിനസ് ചെയ്ത് അതിൽ ഞാൻ സക്സസ് ആയി. അതുകൊണ്ടാണ് എനിക്ക് എല്ലാവരും വാല്യൂ തരുന്നത്. ഇപ്പൊ എന്തിനാ അതിനെപ്പറ്റി സംസാരിക്കുന്നേ? നീ വലിയ ബിസിനസ്മാൻ ആണ്, അതുകൊണ്ട് മാത്രമാണ് ജനങ്ങൾ നിനക്ക് വില തരുന്നതെന്ന് പറഞ്ഞാൽ അത് വലിയ തെറ്റാ ചേട്ടാ. അങ്ങനെയാണെങ്കിൽ സൊസൈറ്റിയിലും കമ്പനിയിലും മാത്രമേ നിനക്ക് വില കാണുള്ളൂ. വീട്ടിലും പുറത്തും ബന്ധുക്കളുടെ ഇടയിലും നിനക്ക് നല്ല വില കിട്ടണമെങ്കിൽ നീ അതിനനുസരിച്ച് വളരെ നല്ലൊരു മനുഷ്യനായിരിക്കണം. നിനക്ക് എല്ലായിടത്തുനിന്നും മര്യാദയും വിലയും കിട്ടുന്നുണ്ടെങ്കിൽ അതിന് കാരണം നീ നല്ലൊരു മനുഷ്യനായോണ്ടാ. നീ ഒരു ജെന്റിൽമാൻ ആണ്, നീ ഒരു നല്ല റോൾ മോഡലാണ്, നീ ഒരു നല്ല മനുഷ്യനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. നിന്നെ പോലെ ആവാനായിട്ട് ഞാൻ ഒരുപാട് ശ്രമിച്ചിരുന്നു. അറ്റ്ലീസ്റ്റ് നിന്നെ പോലെ ആവാൻ വേണ്ടി എത്ര ബുദ്ധിമുട്ടാന്ന് എനിക്ക് പിന്നെ മനസ്സിലായേ. നിന്നെ പുറമേ നോക്കുമ്പോൾ ഭയങ്കര റഫായിട്ട് തോന്നുമെങ്കിലും നീ ശരിക്കും വളരെ സോഫ്റ്റാ. എല്ലാവരും മനസ്സിലാക്കാൻ നിനക്ക് കഴിയും.
എല്ലാവരുടെയും മനസ്സിലേക്ക് നിനക്ക് സന്തോഷം കൊണ്ടുവരാൻ കഴിയും. ആർക്കും കിട്ടാത്തൊരു ചേട്ടനെയാണ് എനിക്ക് കിട്ടിയെന്ന് ഞാൻ അഹങ്കരിച്ചിരുന്നു. എന്റെ മനസ്സിൽ വിലമതിക്കാനാവാത്തത്ര സ്ഥാനം ചേട്ടനുണ്ടെന്ന് ചേട്ടൻ അറിയോ? എന്നാൽ എനിക്കിപ്പോ മനസ്സിലായി, നിങ്ങൾ ജസ്റ്റ് ബിസിനസ്മാൻ മാത്രം. ചുമ്മാ നീ ഓരോന്ന് വെറുതെ ഇരുന്ന പ്രശ്നം വലുതാക്കിയത് നീയാ. ഇനി ഞാൻ പറയുന്നത് കേക്ക്. ഇവിടെ വെറും